സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുക. ഭരണകക്ഷിയും പ്രതിപക്ഷവും ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സമാന സ്വഭാവമുള്ള മുന്നണികളായിട്ട് മാറിയിരിക്കുക. കേരളത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട ഒരു പ്രതിപക്ഷമാണുള്ളത്. കേരളത്തിലെ UDF എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ബി ടീമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമാണ്. പ്രതിപക്ഷ ധർമ്മം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമായി ശ്രീമാൻ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശശി തരൂരിൻ്റെ LDF സർക്കാരിനെ പുകഴ്ത്തിയ പ്രസ്താവന മാത്രമല്ല ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശശി തരൂർ മാത്രമല്ല, ഭരണകക്ഷിയുടെ എല്ലാ നിലപാടുകളെയും വസ്തുതകൾ മനസ്സിലാക്കാതെ സഹായിക്കുന്ന സമീപനമാണ് VD സതീശനും എടുക്കുന്നത്. ഇപ്പോൾ ശശി തരൂർ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച്, വ്യവസായ സംരംഭങ്ങളെക്കുറിച്ചാണ് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത്. ശശി തരൂർ മനസ്സിലാക്കാതെ പോയൊരു കാര്യം, രാജ്യത്ത് സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചത് കേരള സർക്കാരിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലും ശക്തമായിട്ട് വർദ്ധിച്ചത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ 2 ബജറ്റുകളിൽ 2023-24 ബജറ്റിലും 24-25 ബജറ്റിലും സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഈ വർഷം ബജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള വായ്പ, പലിശരഹിത വായ്പ 20 കോടിയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 10 കോടിയിൽ നിന്നത് 20 കോടിയായി. കഴിഞ്ഞ വർഷം അത് 10 കോടിയായിരുന്നു. 4000 സ്റ്റാർട്ടപ്പുകളാണ് 2014 ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്ത് അധികാരമേൽക്കുമ്പോൾ ഈ രാജ്യം മുഴുവൻ ഉണ്ടായിരുന്നത്. 10 വർഷം കഴിയുമ്പോൾ 1,40,000 മികവുറ്റ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർധനവ് മാത്രമാണ് കേരളത്തിലും ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ കേരള സർക്കാർ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്. ശശി തരൂർ ഇത്രയും വലിയ വിശ്വപൗരനായിട്ടുള്ള ആൾ, എല്ലാം അറിയുന്ന ആൾ, കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് എന്ന് എഴുതിയിട്ടുണ്ടോ? പ്രത്യേകമായിട്ട് സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ, ആൻട്രപ്രണർഷിപ്പ് വളർത്താൻ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നത്? ശ്രീ ശശി തരൂർ മറന്നുപോയൊരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ശരാശരിയുള്ള സ്റ്റേറ്റ് കേരളമാണ്. കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. വ്യവസായ സൗഹൃദ സംസ്ഥാനം, വലിയ തോതിൽ സ്റ്റാർട്ടപ്പുകൾ വർദ്ധിക്കുന്നു എന്നൊക്കെയുള്ള ഭരണകക്ഷി പോലും അവകാശപ്പെടാത്ത കാര്യം ശ്രീ ശശി തരൂർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ UDF ഏതാണ്, LDF ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലാണ് ഇപ്പോൾ ഈ 2 മുന്നണികളും പ്രവർത്തിക്കുന്നത്. നോക്കൂ, പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ പ്രതിപക്ഷത്തിന് ദിശാബോധം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം, കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കേണ്ടത്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം കേന്ദ്രമാണ് എന്നുള്ള ഒരു പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം കാരണമാണ്, കേരളത്തിൽ വികസന പ്രതിസന്ധി കേന്ദ്രം കാരണമാണ്. ഇതാണ് കഴിഞ്ഞ 8-9 വർഷമായിട്ട് ശ്രീ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം. ഈ മന്ദബുദ്ധികളായിട്ടുള്ള UDF എന്താ ചെയ്യുന്നത്? അതേ പ്രചാരണം UDF ഏറ്റുപിടിക്കുകയാണ്. അല്ല, നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കേരളത്തിൻ്റെ എല്ലാ തകർച്ചയ്ക്കും കാരണം മോദി സർക്കാരാണ്. മോദി സർക്കാർ സഹായിക്കാത്തത് കൊണ്ടാണ്, ഗ്രാൻഡ് തരാത്തത് കൊണ്ടാണ്, സാമ്പത്തിക രംഗത്ത് ഞെരുക്കി കൊല്ലുകയാണ്.
ഈ ഒരു കള്ളപ്രചരണമാണ് LDF പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയും LDF നടത്തുന്നത്. ഈ VD സതീശനെ പോലുള്ള ആളുകൾ, തലയിൽ ആൾ താമസമില്ലാത്ത ആളുകൾ അതിന് അനുകൂലമായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്.